കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കോന്നി റൂട്ടിൽ നമ്മുടെ അച്ചൻകോവിലേക്ക് എത്തി അച്ചൻകോവിൽ സ്റ്റേ ചെയ്ത് ഇന്ന് അമ്പനാട് കംപ്ലീറ്റ് ആയിട്ട് കറങ്ങാനായിട്ടുള്ള ഒരു പ്ലാനാണ്. അപ്പോൾ മാമ്പഴത്തറ വഴിയാണ് നമ്മൾ അമ്പനാട് പോകാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം എങ്ങനെയാ, നമുക്ക് നേരെ അമ്പനാട് പോയാലോ? ഇതാണ് നമ്മുടെ അച്ചൻകോവിൽ ടെമ്പിൾ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ നമ്മുടെ അമ്പനാട് ടീ എസ്റ്റേറ്റ് അല്ലേ, ആ ഒരു റൂട്ടിലേക്ക് പോകണം. അത് നമ്മൾ പോകുന്നതെന്ന് പറയുന്നത് നമ്മുടെ മാമ്പഴത്തറ റൂട്ടിലാണ് കേട്ടോ. പോകുന്ന വഴി കംപ്ലീറ്റ് ആയിട്ട് ഫോറസ്റ്റിൻ്റെ ആംബിയൻസ് ഉള്ളൊരു വഴിയാണ്. അതുപോലെ തന്നെ ആനകളെ കാണാനായിട്ട് ചാൻസ് വളരെ അധികം ഉള്ളൊരു റൂട്ടുമാണ്. നമ്മൾ വെളുപ്പിനെ ഇറങ്ങാനൊക്കെ ആയിട്ട് പ്ലാൻ ചെയ്ത് നിന്നതാണ്. പക്ഷേ ഇപ്പോൾ ഇറങ്ങിയപ്പോഴേക്കും ഏകദേശം 10 മണി കഴിഞ്ഞു. കാരണം ഇന്നലെ നല്ല രീതിയിൽ ടയേർഡ് ആയതുകൊണ്ട് തന്നെ കുറേ നേരം കിടന്ന് ഉറങ്ങി ആ ഒരു ഉറക്കക്ഷീണമെല്ലാം മാറ്റിയതിന് ശേഷം ഇറങ്ങി. നമ്മൾ ഉറക്കക്ഷീണത്തിലാണ് ഇറങ്ങിയെന്നുണ്ടെങ്കിൽ പോകുന്ന വഴിക്ക് ഒന്നും നമുക്ക് അങ്ങോട്ട് എൻജോയ് ചെയ്യാനും പറ്റില്ല. അതുപോലെ തന്നെ ഭംഗിയായിട്ടൊന്നും വീഡിയോയിലേക്ക് പകർത്താനും പറ്റില്ല. ഇത് നമ്മൾ പോകുന്നത് തേക്കുംകാടാണെങ്കിലും നല്ല രസമുണ്ട് കേട്ടോ ഈ ഒരു വഴി കാണാനായിട്ട്. ചെറുതായിട്ട് മഴയൊക്കെ പെയ്ത് നിൽക്കുന്നൊരു ടൈം ആയതുകൊണ്ട് തന്നെ രണ്ട് സൈഡിലും നിറയെ പുല്ലെല്ലാം നമുക്ക് കാണാനും പറ്റുന്നുണ്ട്. സാധാരണ നല്ല വേനലിലൊക്കെയാണ് നമ്മൾ ഈ റൂട്ട് വരുന്നതെന്നുണ്ടെങ്കിൽ ഈ സൈഡിൽ പുല്ലൊന്നും ഉണ്ടാവില്ല. നല്ല ഡ്രൈ ആയിട്ടുള്ള ഫോറസ്റ്റും അതിൻ്റെ ഇടയിൽ ഈ ഒരു തേക്കുംകാട് മാത്രമേ നമുക്ക് കാണാൻ പറ്റൂ. എന്ത് രസം നോക്കി ഈ ഒരു വഴി കിടക്കണേ, അടിപൊളി അല്ലേ? ശരിക്കും പറഞ്ഞാൽ ഒരു ഫോറസ്റ്റ് റൈഡൊക്കെ എൻജോയ് ചെയ്യണം എന്നുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഈ റൂട്ടിൽ വന്നു കഴിഞ്ഞാൽ കിടലിനായിരിക്കും. ഇന്നലെ ഈ ഭാഗത്ത് എവിടെയാണ് നമുക്ക് ഒരു കാട്ടീനെ ഈ റോഡിൻ്റെ സൈഡിൽ കിട്ടിയത്. പക്ഷെ ആളകത്തേക്ക് കയറി പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു മിക്കവാറും ഈ റൈറ്റ് സൈഡിൽ കണ്ടില്ലേ ചെറിയൊരു പുഴ ഒഴുകുന്നത്, ഈ പുഴ തന്നെയാണ് നമ്മൾ അച്ചൻകോവിലാറിലേക്ക് വന്ന് കണക്റ്റ് ആവുന്നതും നമ്മൾ അവിടെ കാണുന്നതൊക്കെ. അപ്പോൾ ഇങ്ങോട്ടേക്ക് വെള്ളം കുടിക്കാനായിട്ട് ഇറങ്ങാൻ നിന്നതായിരിക്കും. വണ്ടികളൊക്കെ വരുന്നുണ്ടായിട്ടായിരിക്കും ആൾ തിരിച്ചു കയറിപ്പോയത്. വഴിയുടെ ഒരു ആംബിയൻസ് നോക്കി, നമ്മുടെ രണ്ട് സൈഡും കാടും അതുപോലെ ഈ റോഡിൻ്റെ തൊട്ട് സൈഡിൽ റൈറ്റ് സൈഡിലായിട്ട് ഒരു പുഴ ഒഴുകുന്നുണ്ട്. ഭയങ്കര രസമാട്ടോ. ഈ അച്ചൻകോവിൽ റൂട്ടിലെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ പോകുന്ന വഴിയുടെ മോസ്റ്റ്ലി എല്ലാ ഭാഗത്തും ഏകദേശം ഒരു 90% ഭാഗത്തും നമ്മുടെ സൈഡിലായിട്ട് തന്നെ ഈ ഒരു പുഴ കാണാനായിട്ട് പറ്റും. നല്ല വേനലിലേക്കാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കാണുന്ന പുഴയില്ലേ, ഇവിടെ നല്ല രീതിയിൽ ആനിമൽസിൻ്റെ സൈറ്റിങ് കിട്ടും. നമ്മൾ ഈ പോകുന്ന വഴിക്ക് റൈറ്റ് സൈഡിലായിട്ട് ചെറിയൊരു പുഴ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ആ പുഴയിലെ ചില ഫ്രെയിംസൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര രസമുണ്ട്. ഞാൻ ഒന്ന് കാണിച്ചു തരാം. നമ്മുടെ ഇന്നത്തെ ഈ ഒരു യാത്രയിൽ എൻ്റെ ഒപ്പം വേറെ 3 പേര് കൂടി ഉണ്ട്. ഒന്ന് നമ്മളോടൊപ്പം സ്ഥിരം കാണാറുള്ള നമ്മുടെ അജിത്ത്, പിന്നെ നമ്മുടെ പെഞ്ച് വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ ലിവിങ്സ്റ്റൺ ചേട്ടൻ, അതുപോലെ തന്നെ അജിത്തിൻ്റെ വേറൊരു ഫ്രണ്ട് കൂടിയുണ്ട് സഞ്ജയ്. അപ്പോൾ ഞങ്ങൾ 4 പേരാണ് ഇന്നത്തെ ഈ ഒരു യാത്രയിലുള്ളത്. കഴിഞ്ഞ ദിവസം അച്ചൻകോവിൽ വഴി വന്ന് അതിനുശേഷം ഇവിടെ സ്റ്റേ ചെയ്ത് പിന്നെ ഇന്ന് നമ്മൾ നേരെ അമ്പനാട് എസ്റ്റേറ്റും അതുപോലെ തന്നെ മാമ്പഴത്തറയും എക്സ്പ്ലോർ ചെയ്യാനായിട്ടുള്ള പരിപാടിയാണ്. നമ്മൾ പോകുന്ന വഴിക്കിതാ ഇവിടെ ഒരു ചെറിയ അമ്പലം കണ്ടില്ലേ. ഇതുപോലെ ഒരുപാട് ചെറിയ അമ്പലങ്ങൾ നമ്മൾ ഈ അച്ചൻകോവിലിൻ്റെ ഭാഗങ്ങളിൽ പല ഭാഗത്തായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ശബരിമല സീസണൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ റൂട്ടിൽ വരിക എന്ന് പറയുന്നത് കുറച്ച് ടാസ്ക്കാണ്. കാരണം ഒരുപാട് വണ്ടികൾ ഈ റൂട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തലങ്ങും വിലങ്ങും ഓടുന്നുണ്ടാവും. അതെ, നമ്മുടെ റോഡിൻ്റെ സെൻറ്റർ തന്നെ 2 മയിലുകൾ ഇരിക്കണുണ്ടോ, 2 ആൺമയിലുകളാട്ടോ. അതെ, റോഡിൻ്റെ തൊട്ട് പറ്റ തന്നെ ഉണ്ട്.
ഇതുപോലെ ഈ അച്ചൻകോവിൽ റൂട്ടിൽ നമുക്ക് മിക്ക സ്ഥലങ്ങളിലും മയിലുകളും കാട്ടുപന്നിയൊക്കെ ഇങ്ങനെ റോഡിൻ്റെ സൈഡിൽ നിൽക്കുന്ന നമുക്ക് കാണാനായിട്ട് വരും. അത് ഇവിടുത്തെ ഒരു സ്ഥിരം കാഴ്ച കാരണം അധികം ആരും അങ്ങനെ അതൊന്നും മൈൻഡ് ചെയ്യാറില്ല. നമ്മൾ ഈ കാണുന്ന ഏരിയയില്ലേ, ഇത് ശരിക്കും ഒരു തേക്കും കാടാണ്. ഒരുപാട് തേക്ക് മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ആണെങ്കിൽ പോലും ഈ വഴിയുടെ ഒരു ഭംഗി നോക്കി എന്ത് രസമല്ലേ. രണ്ട് സൈഡിൽ എന്തേ ചെറിയൊരു കട്ടിങ് ഒക്കെ ആയിട്ട് വന്നിട്ട് അതിൻ്റെ നടുക്കൂടിയാണ് ഈ റോഡ് പോകുന്നത്. അതിന് മുകളിൽ ഒരുപാട് മരങ്ങളും ഒരു ഗുഹയ്ക്കകത്തൂടെയൊക്കെ പോകുന്നൊരു ഫീല് നല്ല രസമുണ്ട്. ഈ കാണുന്നൊരു ഭാഗം നോക്കിയേ എന്ത് രസമല്ലേ. ഇവിടെ പുഴയുടെ നല്ലൊരു ഓപ്പൺ ആയിട്ടുള്ള ഒരു ഏരിയ നമുക്ക് കാണാനായിട്ട് പറ്റും. നല്ല രസമുള്ളൊരു ഏരിയ തന്നെ കേട്ടോ. ഇവിടെ എന്തെങ്കിലും അനിമൽസൊക്കെ ഇറങ്ങി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല കിടിലും വിഷ്വൽ നമുക്ക് എടുക്കാനായിട്ട് പറ്റും. നമ്മൾ ഈ വരുന്ന വഴിക്കേ ഇതുണ്ട്, ഈ ഒരു പുഴയുടെ ഒരു ഭംഗിയുണ്ടോ, എന്ത് രസമല്ലേ. ശരിക്കും പറഞ്ഞാൽ കാണാനായിട്ട് നല്ല ഭംഗിയാണ്. കുളിക്കാനൊക്കെ തോന്നും. പക്ഷേ ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് നമുക്ക് കുളിക്കാനായിട്ട് ഇറങ്ങാൻ പാടില്ല. അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഈ ഭാഗത്ത് ഒഴുക്ക് നല്ലപോലെ കൂടുതലാണ്. പിന്നെ ചില ഭാഗങ്ങളിലൊക്കെ നല്ല ആഴമായിട്ടുള്ള സ്ഥലങ്ങളാണ്. അതുകൊണ്ട് തന്നെ അറിയാത്തവരൊക്കെ ഇവിടെ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അപകടം വരാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. എന്തായാലും ഈ പുഴയുടെ കുറച്ച് നല്ല ഭംഗിയുള്ള കുറേ കാഴ്ചകൾ ഇവിടെ വന്ന് കാണാൻ പറ്റും. നമ്മൾ പോകുന്ന വഴിക്ക് ഈ കാണുന്ന ഏരിയയിൽ ചെറിയൊരു കടത്തിൻ്റെ പരിപാടിയൊക്കെ കാണാനായിട്ട് പറ്റും. അപ്പുറത്തെ സൈഡിൽ ഒരു ട്രൈബൽ സെറ്റിൽമെൻ്റ് ഉണ്ട്. അവിടേക്ക് പോകുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ബോട്ടും പരിപാടിയൊക്കെയാണ്. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലമല്ലേ, ഇവിടെ ഒരു ചെറിയ കടത്തിൻ്റെ പരിപാടിയൊക്കെ ഉണ്ട്. സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നിൽക്കുന്ന പുഴയുടെ ഓപ്പോസിറ്റ് സൈഡായിട്ട് ഒരു 36 വീടുകളുണ്ട്. അവിടെ താമസിക്കുന്ന ആളുകൾക്ക് ഇക്കരയ്ക്ക് വരണം എന്നുണ്ടെങ്കിൽ ആ കടത്തല്ലാണ്ട് വേറെ ഓപ്ഷനൊന്നുമില്ല, പാലമൊന്നുമില്ല. നമ്മൾ വേനലിലൊക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ പുഴയിലൂടെ നമുക്ക് നടന്നു വരാനായിട്ട് പറ്റുമായിരുന്നു. കാരണം അത്രയ്ക്ക് ആഴമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ മഴയൊക്കെ ഒന്ന് കടുത്ത് നിൽക്കുന്ന ഒരു ടൈം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു തോണി ഇല്ലാണ്ട് അക്കരയ്ക്കോ ഇക്കരയ്ക്കോ വരിക എന്ന് പറയുന്നത് അത്ര പ്രാക്ടിക്കലി പോസിബിൾ അല്ല. പിന്നെ ഇതൊരു ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ട് തന്നെ നമുക്ക് അക്കരയ്ക്ക് പോകാനായിട്ടുള്ള പെർമിഷനൊന്നുമില്ല. അതുകൊണ്ട് ഈ സൈഡിൽ നിന്ന് ജസ്റ്റ് കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരിച്ചു പോകുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നേരെ എന്തായാലും അമ്പനാട്ട് റൂട്ടിൽ പോയിട്ട് അവിടുത്തെ ബാക്കി കാഴ്ചകളൊക്കെ കാണാം. നമ്മൾ അച്ചൻകോവിൽ അമ്പലത്തിൻ്റെ അവിടെ നിന്ന് തിരിച്ചു വരുന്ന ടൈമിൽ ഈ കാണുന്ന വഴിയാണ് നമ്മുടെ കോന്നി റൂട്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്കുള്ള വഴിയാണ് നമ്മൾ പോകുന്നത്, അതായത് അലിമുക്ക് റൂട്ട്. ഈ റൂട്ടിൽ പോയിട്ട് വേണം നമുക്ക് അമ്പനാട് എസ്റ്റേറ്റും അതുപോലെ തന്നെ നമ്മുടെ മാമ്പഴത്തറയൊക്കെ പോകാനായിട്ട്. ഈ വഴി നോക്കി നല്ല രസമല്ലേ. ഈ റൂട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് തേക്കിൻ കാടാണ്. ചില ഭാഗങ്ങളിൽ മാത്രമാണ് ശരിക്കുള്ള ഡെൻസ് ഫോറസ്റ്റ് ആയിട്ടുള്ള ഒരു കാഴ്ചയൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിലും നൈറ്റ് ടൈമിലൊക്കെ നമ്മൾ വരികയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആനകളെ കാണാനായിട്ട് സാധ്യതയുള്ളൊരു ഏരിയയാണ്. ഈ ഒരു ഭാഗമൊക്കെ കണ്ടില്ലേ, കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ റബ്ബറൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുള്ള വഴികളാണ്. ഈ വഴി നമ്മൾ നേരെ ചെന്ന് അവിടെ നിന്ന് ലെഫ്റ്റിലേക്കാണ് നമുക്ക് തിരിച്ചു പോകേണ്ടത്. ഇവിടെ നിന്ന് ലെഫ്റ്റ്, ഇതാണ് നമ്മുടെ മാമ്പഴത്തറ പോകുന്ന റൂട്ട്. ഇവിടെ നിന്നുള്ളൊരു വ്യൂ നോക്കിയാൽ നല്ല രസമല്ലേ. നമ്മൾ താഴേക്ക് ഇറങ്ങുമ്പോഴേക്കും അപ്പുറത്തെ മല നമുക്കിങ്ങനെ ഫ്രണ്ടിൽ ഓപ്പൺ ആയിട്ട് വരുന്നുണ്ട്. ഇവിടെ എന്തെങ്കിലും ആനിമൽസൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് സ്പോട്ട് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ഇവിടെ ആനിമൽസിനെ കാണാൻ ചാൻസ് വളരെ കുറവാണ്. കാരണം എല്ലായിടത്തും ചുറ്റിനും ഫെൻസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനകത്തേക്ക് ആനിമൽസിന് കയറാനായിട്ട് പാടായിരിക്കും. ഈ വഴി കണ്ടോ, നല്ല രസമല്ലേ. നമ്മൾ കഴിഞ്ഞ തവണ മാമ്പഴത്തറ വരെ വന്നിട്ടുണ്ടെങ്കിലും അമ്പനാട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്തവണ നമുക്ക് മാമ്പഴത്തറ വഴി നേരെ അമ്പനാട് പോകും. ഈ ഭാഗമൊക്കെ നല്ല രസമല്ലേ, കവുങ്ങും തെങ്ങും അങ്ങനെയുള്ള കുറേ ഭംഗിയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. ഈ റൂട്ടിലൊക്കെ ആനിമൽ പ്രസൻസ് ഉള്ള ഏരിയ തന്നെ കേട്ടോ. പക്ഷേ ഏറ്റവും കൂടുതൽ നമുക്ക് കാണാനായിട്ട് സാധ്യത ഉള്ളത് മാമ്പഴത്തറ റൂട്ടിലേക്ക് കയറുമ്പോഴാണ്. നമ്മളിപ്പോൾ പോകുന്ന ഈ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് എലഫന്റ് ക്രോസിങ്ങിൻ്റെ ബോർഡ് വെച്ചിട്ടുണ്ടാവും കേട്ടോ. കാരണം നൈറ്റൊക്കെ വരികയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആനകളെ കാണാൻ പറ്റുന്ന ഏരിയയാണ് നമ്മൾ ഈ കാണുന്ന ഭാഗം. ഇവിടുത്തെ ഒരു ആംബിയൻസ് ഉണ്ടോ, നല്ല തിക്കായിട്ടുള്ള ഫോറസ്റ്റും നല്ല രസമുള്ള വഴിയല്ലേ. സൈഡിലൊക്കെ ശരിക്കും ശ്രദ്ധിച്ചു പോയില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആനയോ വല്ലതും നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കാണുക പോലുമില്ല. അപ്പോൾ ഈ റൂട്ടൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ വളരെ ശ്രദ്ധിച്ചു വരുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മൾ പോകുന്ന വഴിക്കേണ്ട ചെറിയൊരു പാലം കേട്ടോ. ഒരു പാലമല്ല, 2 പാലമുണ്ട്. നമ്മൾ ഈ കാണുന്ന പാലവും അതുപോലെ തന്നെ ഈ റൈറ്റ് സൈഡിൽ കണ്ടില്ലേ ചെറിയൊരു അക്വാഡക്റ്റ് പോലത്തെ ചെറിയൊരു പാലമുണ്ട്. കാണാനായിട്ട് നല്ല രസമുണ്ട് കേട്ടോ. അതിൻ്റെ താഴെയായിട്ട് വെള്ളം ഒഴുകുന്നതും അതുപോലെ ഈ പാലം വരുന്നതും നല്ല ലൈറ്റിംഗ് ആയിരുന്നു. പോണ വഴിക്ക് ചുമ്മാ വെള്ളം കുടിക്കാനായിട്ട് നിർത്തിയപ്പോഴാണ് ഈ 2 പാലവും കണ്ടത്. ഇതുപോലുള്ള കാഴ്ചകളൊക്കെ കാണുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കേണ്ടി പോകുന്നത് അല്ലേ. വഴി നല്ല രസമുണ്ട് കാണാനായിട്ട്. വെയിലൊന്നും ഇല്ലാണ്ട് നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ നിൽക്കുന്ന കാണാം. നമ്മൾ അച്ചൻകോവിലിൽ നിന്ന് വരുമ്പോൾ ഈ കാണുന്നൊരു ചെറിയ ഏരിയ ഉണ്ടല്ലേ,
ഇവിടെ ഒരു മഹാദേവ ക്ഷേത്രമുണ്ട് ഇങ്ങോട്ടേക്ക്. ഈ റൂട്ടിലാണ് നമുക്ക് മാമ്പഴത്തറ പോകാനുള്ളത്. നമ്മൾ ഇവിടുന്ന് കയറുമ്പോൾ തന്നെ കുറച്ച് വീടുകളൊക്കെ ഉള്ള ഒരു ഏരിയ കാണാനായിട്ട് പറ്റും. ഇവിടെ നിന്ന് കുറച്ചുകൂടി മുന്നോട്ട് നിന്ന് കഴിയുമ്പോഴേക്കും നമ്മുടെ ഫോറസ്റ്റിൻ്റെ ചെക്ക് പോസ്റ്റ് എത്തും. പിന്നെ അതിനകത്തേക്ക് നല്ല കാടാട്ടോ. ആ ഭാഗത്താണ് നമുക്ക് ആനയൊക്കെ കാണാനായിട്ട് ചാൻസ് കൂടുതലുള്ളത്. നമ്മൾ നേരത്തെ ആ ഒരു ബോർഡ് കണ്ട അമ്പലമില്ലേ, അത് ഇവിടെ നിന്ന് റൈറ്റിലേക്ക് കാണുന്നതാണ്. ഇവിടെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് നേരെ തന്നെയാണ് നമുക്ക് പോകാനുള്ളത്. അവിടെ നിന്ന് വന്ന് ഈ കാണുന്ന ഭാഗത്ത് നിന്ന് റൈറ്റിലേക്കാണ് നമുക്ക് മാമ്പഴത്തറ പോകേണ്ട റൂട്ട്. ഇത് ഈ ഒരു ഷോപ്പ് നോക്കി വെച്ചാൽ ഇത് ഈ ഒരു ബിൽഡിങ്, പഴയ ഒരു ബിൽഡിംഗ് ഉണ്ടോ, ഇവിടെ നിന്ന് ഈ റൈറ്റിലേക്കുള്ള വഴി നേരെ പോകുന്നത് നമ്മുടെ മാമ്പഴത്തറയ്ക്കാണ്. ഇനി ചെറിയൊരു ഡീവിയേഷൻ കൂടി ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം ഏത് വഴിയാണ് തിരിയേണ്ടതെന്നുള്ളത്. ഈ കാണുന്ന വഴി നോക്കിയാൽ നല്ല രസമല്ലേ, വളരെ നാരമായിട്ടുള്ള വഴി, അതിൻ്റെ സെൻറ്ററിലൂടെ ഒരു കോൺക്രീറ്റ് റോഡ്. ഇവിടെ രണ്ട് സൈഡിലും നമുക്ക് ചെറിയ വീടുകളൊക്കെ കാണാനായിട്ട് പറ്റും കേട്ടോ. ഇവിടെ നിന്ന് കുറച്ചുകൂടി മുന്നോട്ട് ചെല്ലുമ്പോഴത്തേക്കും നമ്മുടെ ഫോറസ്റ്റിൻ്റെ ഒരു ഏരിയ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ പോകുന്ന വഴിക്ക് ഒരു അടിപൊളി പാലമൊക്കെ ഉണ്ട്, നല്ല ഭംഗിയാണ് ആ ഒരു ഏരിയയൊക്കെ. നമുക്ക് അവിടെ പോയിട്ട് അതിൻ്റെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. ഈ ഒരു ഏരിയ കണ്ടില്ലേ, ഇത് ശരിക്കും പറഞ്ഞാൽ നല്ല തിക്കായിട്ടുള്ള ഫോറസ്റ്റിൻ്റെ ഏരിയ സ്റ്റാർട്ട് ചെയ്യുന്ന ഇവിടെ നിന്നാണ്. ഇവിടെ രണ്ട് സൈഡിലും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ആനിമൽസിനെയൊക്കെ ആയിട്ട് കാണാനായിട്ട് പറ്റും. പിന്നെ ഇവിടെ ആന ഇറങ്ങാതിരിക്കാനായിട്ട് രണ്ട് സൈഡിലും ട്രെഞ്ചൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇത് കണ്ടില്ലേ, നല്ല അടിപൊളി വഴിയാട്ടോ, ഭയങ്കര ആംബിയൻസാണ്. നിങ്ങൾ ഈ സൈഡൊക്കെ നോക്കി, ഫോറസ്റ്റിൻ്റെ ആ ഒരു തിക്നെസ് കണ്ടോ. നമ്മൾ നേരത്തെ വന്ന ആ ഒരു ഫോറസ്റ്റ് ടൈപ്പ് അല്ല. ഇവിടെ യൂക്കാലിപ്റ്റിക്സ് മരങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. യൂക്കാലിപ്റ്റിക്സ് ആണോ അക്വേഷ്യ ആണോ എന്തോ ഒരു മരം നിൽക്കുന്നുണ്ട്. പക്ഷെ വഴി കാണാൻ ഭയങ്കര രസമാണ്. ഇത് കണ്ടല്ലേ, ഈ ഭാഗത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇത് ട്രെഞ്ച് എടുത്തിട്ടിരിക്കുന്ന ആനയും കൂടി കയറാതിരിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ കഴിഞ്ഞ തവണ വന്നപ്പോഴേക്കും ആ കുഴിയൊക്കെ ശരിക്കും കാണാമായിരുന്നു, പക്ഷെ ഇപ്പോൾ പുല്ല് മൂടി, നല്ല വെയിലായി. ഈ ഭാഗത്തൊക്കെ കണ്ടോ, ഇത് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ തേക്കും കാടാണ്. തേക്ക് ഉണ്ടായിരുന്നതൊക്കെ കട്ട് ചെയ്തിട്ട് ഇപ്പോൾ പുതിയത് വെച്ചിരിക്കുന്നതെന്ന് തോന്നുന്നത്. കാരണം എല്ലാ തേക്കും വളരെ ചെറുതാണ്. ഈ തേക്ക് ഇപ്പം ഇത്രയും കട്ടിയിൽ നിൽക്കുന്നുണ്ടെങ്കിലും ഇതിനകത്ത് എല്ലാ തേക്കും ഒന്നും പിടിച്ചു കിട്ടില്ല. അപ്പോൾ ഇവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിനിടയിൽ വളരാണ്ട് നിൽക്കുന്ന അല്ലെങ്കിൽ വളർച്ച കുറവുള്ള തേക്കുകളൊക്കെ കട്ട് ചെയ്ത് കളയും. ഈ ഒരു പാലം കണ്ടില്ലേ, നല്ല മഴയത്തൊക്കെയാണ് വരുന്നതെങ്കിൽ നല്ല ഭംഗിയുള്ള കാഴ്ചകൾ കാണാം. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ട്രെഞ്ച് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഈ പാലത്തിൽ നിന്നുള്ള കാഴ്ച കണ്ടില്ലേ, നല്ല ഭംഗിയായിട്ട് വെള്ളമൊക്കെ ഒഴുകി പോകുന്നു. പക്ഷേ നല്ല വെയിലായ കാരണം തന്നെ ഇവിടെ നിർത്തി ഒന്നും എടുക്കാനൊന്നുമില്ല. നമുക്ക് എന്തായാലും നേരെ പോയിട്ട് വേറെ കാഴ്ചകളൊക്കെ നോക്കാം. ഇനി നമ്മളങ്ങ് ചെന്ന് കഴിയുമ്പോഴേക്കുണ്ടല്ലോ, ആ ചെക്ക് പോസ്റ്റ് അങ്ങ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കാടിൻ്റെ ഭാവം കംപ്ലീറ്റ്ലി അങ്ങ് ചേഞ്ച് ആവും. കാരണം അവിടെ നിന്ന് പിന്നെ നല്ല തിക്കായിട്ടുള്ള ഫോറസ്റ്റാണ്. അതായത് ആന നിന്ന് കഴിഞ്ഞാൽ പോലും നമുക്ക് പെട്ടെന്ന് കാണാനായിട്ട് പറ്റില്ല, അത്രയ്ക്ക് തിക്കായിട്ടുള്ള ഫോറസ്റ്റാണ്. ഈ കാണുന്നതാണ് ഞാൻ പറഞ്ഞ ട്രിക്കി ആയിട്ടുള്ള വഴി. ഇതിലെ ഇങ്ങനെ വന്ന് കയറി കഴിയുമ്പോൾ റോഡ് നേരെ കിടക്കുന്നുണ്ട്, പക്ഷെ നമുക്ക് പോകേണ്ടത് ഇങ്ങോട്ട് ലെഫ്റ്റിലേക്കാണ്. ഈ റൂട്ടിൽ ഏകദേശം ഒരു 2 കിലോമീറ്റർ ഓടിക്കഴിയുമ്പോൾ നമ്മുടെ ഫോറസ്റ്റിലേക്കുള്ള ചെക്ക് പോസ്റ്റ് എത്തും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതുണ്ടല്ലേ, കുറേ വീടുകൾ നമുക്ക് കാണാം. അതിൽ ഉപയോഗശൂന്യമായതും ആളുകൾ ഇപ്പോൾ താമസിക്കുന്നതുമായിട്ടുള്ള വീടുകളൊക്കെ ഉണ്ട്. ഈ ഭാഗങ്ങളിലൊക്കെ ആനയുടെ നല്ല പ്രസൻസ് ഉള്ള ഏരിയയാണ്. ഈ കാണുന്നതാണ് നമ്മുടെ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ്. അപ്പോൾ ഇവിടെ ചെക്ക് പോസ്റ്റിൻ്റെ പരിപാടികളൊന്നും ഇപ്പോൾ ഇല്ലാന്ന് തോന്നുന്നു. നമുക്ക് നേരെ കയറി പോവാം. ഇതുണ്ടല്ലേ, കടുവയുടെയൊക്കെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. നേരത്തെ നമ്മളിവിടെ വരുന്ന ടൈമിൽ ഇവിടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തതിന് ശേഷം വേണമായിരുന്നു കയറി പോകാനായിട്ട്. ഇനി അങ്ങോട്ടേക്ക് പോകുന്ന വഴി ഇതുപോലെ നല്ല തിക്കായിട്ടുള്ള ഫോറസ്റ്റാണ്. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ച് വേണം നമ്മൾ പോകാൻ. കണ്ട വഴിയുടെ ഒരു ആംബിയൻസ് ഉണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നല്ല തിക്കായിട്ടുള്ള ഫോറസ്റ്റാണ്. ഇതിൻ്റെ രണ്ട് സൈഡും വളരെ തിക്കായിട്ട് ഈ ഒരു മരങ്ങളൊക്കെ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഒരു സാധനം നമുക്ക് കാണാനായിട്ട് വരില്ല. നമുക്ക് ആകെ പോസിബിലിറ്റി എന്ന് പറയുന്നത് റോഡിൽ ശരിക്കും ശ്രദ്ധിച്ചു പോവുക, റോഡിൻ്റെ സൈഡ് ശരിക്കും ശ്രദ്ധിച്ചു പോവുക, ഇത് മാത്രമാണ്. എലിഫൻറ്റ് ക്രോസിങ്ങിൻ്റെ ബോർഡ് വെച്ചിരിക്കുന്നുണ്ടോ, ഈ റൂട്ടിലൊക്കെ ആന നല്ല പ്രസൻസ് ഉള്ളതാണ്. ഇവിടെ ഈ റൈറ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ഓപ്പൺ ആയിട്ടുള്ള ഏരിയ, കാരണം ഈ ലൈൻ പോകുന്ന കാരണം തന്നെ അതിൻ്റെ താഴെ ഭാഗമൊക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ആ ഭാഗങ്ങളിലൊക്കെ ആന എന്തെങ്കിലും നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് സ്പോട്ട് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ നമ്മൾ ഈ പോകുന്ന വഴി കണ്ടില്ലേ, ഇത് നല്ല തിക്കായിട്ടുള്ള ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ ഇവിടെ എന്തെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് സ്പോട്ട് ചെയ്യാനായിട്ട് യാതൊരു മാർഗ്ഗമില്ല. വളരെ സൂക്ഷിച്ചു പോവുക. ഈ റൂട്ടിൽ ആരെങ്കിലും വരാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ശരിക്കും ശ്രദ്ധിച്ച് തന്നെ പോവുക. പരമാവധി 2 വീലർ ഒഴിവാക്കുന്നത് തന്നെ ആയിരിക്കും നല്ലത്. ഇവിടെ നിന്നുള്ളൊരു വ്യൂ നോക്കിക്കോട്ടോ. ഇവിടെ നിന്ന് ആ റോഡ് കിടക്കുന്ന കിടപ്പുണ്ടോ, ഇവിടെ നിന്ന് അങ്ങേ അറ്റം വരെ നമുക്ക് അടിപൊളിയായിട്ട് കാണാം. നമ്മൾ ഈ കാണുന്ന ഏരിയയും കുറച്ച് ഓപ്പൺ ആയിട്ടുള്ള ഏരിയ തന്നെയാണ്. ഇത് കണ്ടില്ലേ, റൈറ്റ് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ഓപ്പൺ ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാം.
നമ്മുടെ അച്ചൻകോവിൽ പോലെ തന്നെ നല്ല രീതിയിൽ ആനിമൽ പ്രസൻസ് ഉള്ളൊരു വഴിയാട്ടോ. കടുവയും പുലിയും ആനയും അങ്ങനെ ഒരുവിധപ്പെട്ട എല്ലാ ആനിമൽസിനെയും നമുക്ക് ഈ റൂട്ടിലും സ്പോട്ട് ചെയ്യാനായിട്ട് വരും. കാടിൻ്റെ ഒരു ആംബിയൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അച്ചൻകോവിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി സേഫാണ്. കാരണം ഈ റോഡിന് കുറച്ചുകൂടി വീതിയുണ്ട്. അതുപോലെ തന്നെ മിക്ക സ്ഥലങ്ങളിലും നമുക്ക് വഴിയും അതുപോലെ തന്നെ വഴിയുടെ സൈഡും ഒക്കെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. നമ്മളിത് ഈ ഭാഗത്തൊക്കെ നോക്കുകയാണെങ്കിൽ ഇവിടെ എലഫന്റ് ക്രോസിങ്ങിൻ്റെ ഒരു ബോർഡ് വെച്ചിരിക്കുന്നുണ്ടോ. ഈ റൂട്ടിൽ നിങ്ങൾ വരുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഹോട്ടൽസ് ഒന്നും അങ്ങനെ അവൈലബിൾ ആയിരിക്കില്ല. അതുപോലെ തന്നെ കടകളാണെങ്കിലും വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഫെസിലിറ്റീസൊക്കെ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ റൂട്ടിലേക്ക് വരാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ വരുന്ന ടൈമിൽ നിങ്ങൾ ഒന്നുകിൽ കയ്യിൽ ഫുഡ് കരുതിയേക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം ഈ റൂട്ടിൽ കയറുക. കാരണം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഫുഡ് കിട്ടുക എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും. നമ്മളത് നേരെ കാണുന്നൊരു ഗേറ്റ് കണ്ടില്ലേ, ഗേറ്റ് കാണാൻ പറ്റില്ല, ചെറിയൊരു ബിൽഡിംഗ് ഒക്കെ ഉള്ളൊരു ഏരിയ ഉണ്ടോ. ഇവിടെ നിന്ന് നമ്മുടെ മാമ്പഴത്തറയുടെ ഫസ്റ്റ് പോർഷനായിട്ടുള്ള ആ ഒരു കാടിൻ്റെ ഏരിയ കഴിയുകയാണ്. ഇവിടം കൊണ്ട് നമ്മുടെ കാടിൻ്റെ ആ ഒരു ഏരിയ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ നേരെ പോകുമ്പോഴേക്കും ഇവിടെ വീടുകളും അതുപോലെ തന്നെ ചെറിയൊരു സ്കൂളും അങ്ങനെയുള്ള കുറേ കാഴ്ചകൾ കാണാനായിട്ടുണ്ട്. ഈ കാണുന്നൊരു ബിൽഡിംഗ് ഉണ്ടോ, ചെറിയൊരു വീട്, നല്ല രസമുണ്ടല്ലോ കാണാൻ, ഇഷ്ടികയൊക്കെ വെച്ച് പോണത്. അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ നമ്മുടെ ലോവർ പ്രൈമറി LP സ്കൂൾ കാണാനായിട്ട് വരും. ഇങ്ങോട്ടേക്ക് ഈസി ആയിട്ടുള്ള വഴി എന്ന് പറയുന്നത് നമ്മുടെ പുനലൂരിൽ നിന്ന് വരുന്നതാണ്. നമ്മൾ ഈ പോകുന്ന വഴിയുടെ ലെഫ്റ്റ് സൈഡിലായിട്ട്, അതായത് പുനലൂർക്ക് പോകുന്ന വഴിക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്കൊരു ചെറിയ അരുവി ഒഴുകുന്നതൊക്കെ കാണാനായിട്ട് വരും. ആ ഒരു ഭാഗമൊക്കെ കാണാനായിട്ട് നല്ല രസമാട്ടോ. നമ്മൾ നേരെ നോക്കുമ്പോൾ കാണുന്ന ഒരു മല കണ്ടോ, ആ ഭാഗത്താണ് നമുക്കിനി കയറി എത്താനുള്ളത്. ഇവിടെ നിന്ന് നേരെ പോയി ഒരു ചുരമെല്ലാം കയറിയിട്ട് വേണം നമുക്ക് അമ്പനാട്ട് റൂട്ടിലേക്ക് പിടിക്കാനായിട്ട്. നമ്മൾ ഈ പോകുന്ന വഴിയുടെ രണ്ട് സൈഡും കണ്ടോ, ഇപ്പോൾ പൈനാപ്പിൾ തോട്ടമാണ്. നേരത്തെ ഈ ഭാഗത്തൊക്കെ ഫുള്ള് റബ്ബറായിരുന്നു. ഇപ്പോൾ റബ്ബറിൻ്റെ ഇടയിൽ പൈനാപ്പിളും വെച്ച് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഭാഗത്താണ് ഞാൻ പറഞ്ഞത്, ലെഫ്റ്റ് സൈഡിലായിട്ട് ചെറിയൊരു അരുവി ഒഴുകുന്നുണ്ട്. നമ്മൾ വേനലിലൊക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഈ അരുവിയിലെ വെള്ളം കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ചെറിയ കല്ലൊക്കെ കിടക്കുന്നതിൻ്റെ അകത്ത് ഇങ്ങനെ തട്ടി ഒഴുകി പോകുന്ന കാണാനായിട്ട് ഭയങ്കര രസം. ഇവിടെ നിന്ന് ഈ ഭാഗത്തൊരു ഏരിയ കാണാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എങ്ങനെ ഉണ്ടെന്നൊന്ന് പോയി നോക്കാം. ഇത്തിരി കട്ടറായിട്ടുള്ള വഴിയാണ്, നമുക്ക് ഇറക്കിക്കൊണ്ട് പോകാൻ പറ്റുമോ എന്നറിയില്ല, പോയി നോക്കാം. ഈ ഒരു ഏരിയ നോക്കി നല്ല രസമല്ല കാണാനായിട്ട്. ചെറിയൊരു സ്ട്രീമും അതുപോലെ ഒരു കുഞ്ഞിപ്പാലവും അതിൻ്റെ മേളിൽ നമ്മുടെ വണ്ടിയും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ചെറിയൊരു ഓഫ് റോഡൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് കയറി വന്നേ. നേരെ പോണത് എനിക്ക് തോന്നുന്നു എസ്റ്റേറ്റ് ആണെന്ന് തോന്നുന്നു. എന്തായാലും നമ്മൾ അങ്ങോട്ടൊന്നും പോകുന്നില്ല, ഇവിടെ നിന്ന് ഇവിടുത്തെ കാഴ്ച കണ്ടിട്ട് പോകാം. ഇവിടെ നിന്ന് തിരിച്ചു പോകുന്ന വഴി ഇത്തിരി ടാസ്ക് ആട്ടോ. ആ നേരെ ഭാഗത്ത് കണ്ടില്ലേ, നല്ല കുത്തനെ കിടക്കുന്ന വഴിയും അതുപോലെ തന്നെ ചെളിഞ്ഞ് കിടക്കുക. സൈഡിലേക്ക് ചിലപ്പോൾ വണ്ടി തെന്നാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. എന്തായാലും ഇത്തിരി കെയർഫുൾ ആയിട്ട് തന്നെ എടുക്കേണ്ടി വരും. നമ്മൾ ഈ വഴി നേരെ പോയി ഒരു ചുരമെല്ലാം കയറി നേരെ ആ ഒരു മലയുടെ മുകളിൽ കയറിയിട്ടാണ് നമുക്കിനി അമ്പനാട് എസ്റ്റേറ്റ് പോകാനുള്ളത്. ഈ കാണുന്നതാണ് ഇവിടെ മാമ്പഴത്തറയിലെ ചെറിയൊരു ടൗൺ എന്ന് പറയുന്നൊരു ഏരിയ. ഇവിടെ പിള്ളേർ കളിക്കുന്നൊരു ഏരിയ ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ എന്തോ ചെറിയ കുറേ ബിൽഡിങ്സ് ഒക്കെ ഉണ്ട്, പിന്നെ കുറച്ച് ഷോപ്സൊക്കെ ഉണ്ട്. അതാണ് ഇവിടുത്തെ പരിപാടി. ഇനി ഇവിടെ നിന്ന് ചർച്ച് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞിട്ട് ഈ കാണുന്നൊരു വഴിയില്ലേ, ഈ വഴി ഒന്ന് കയറിപ്പോയി നോക്കാം. ഈ റൂട്ട് ഉണ്ടല്ലോ കാണാനായിട്ട് ഭയങ്കര രസമാണ്. ഇത് നോക്കി, ഇവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്കും ആ ഒരു റോഡിൻ്റെ ആ ഒരു കണ്ടീഷൻ കണ്ടോ, രണ്ട് സൈഡിലും റബ്ബർ തോട്ടവും നടുക്ക് ചെറിയൊരു റോഡ്, കാണാൻ നല്ല ഭംഗിയില്ലേ ഇത്. ഇതിന് നേരെ ചെന്ന് കഴിയുമ്പോഴേക്കും നമുക്കൊരു ചെറിയ ചർച്ചൊക്കെ കാണാനായിട്ട് പറ്റും. ആ ചർച്ചിൻ്റെ അങ്ങോട്ട് പോയി അവിടുത്തെ ആ റൂട്ട് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. നമ്മൾ കഴിഞ്ഞ തവണ വന്നപ്പോഴേക്കും ഈ റൂട്ടിൽ പോകാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അകത്തേക്ക് കയറിയപ്പോൾ തന്നെ മേളിൽ എവിടെയോ ആന നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ഇവിടെയുള്ള ആളുകൾ പറഞ്ഞ കാരണം നമ്മൾ ഈ ഒരു വഴി ഡ്രോപ്പ് ചെയ്തിട്ട് നേരെ അങ്ങോട്ടേക്ക് പോയി. അപ്പോൾ എന്തായാലും ഇത്തവണ നമുക്ക് നേരെ ആ ഒരു ചർച്ച് വരെ ഒന്ന് പോയിട്ട് വരാം. ഇവിടുത്തെ പശുക്കളൊക്കെ കിടക്കുന്നുണ്ടോ, ഇവിടെയുള്ള ആളുകൾ വളർത്തുന്ന കേട്ടോ. കെട്ടിയിടുന്ന പരിപാടിയൊന്നുമില്ല, ഇങ്ങനെ അഴിച്ചു വിട്ടേക്കും. അത് പയ്യെ മേഞ്ഞ് ഇറങ്ങി തിരിഞ്ഞ് വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കും വീട്ടിലേക്ക് ചെല്ലും.
ഒരു കാള നോക്കിയിരിക്കണം നിൽപ്പുണ്ടോ. ഈ കാണുന്ന വഴിയിൽ നിന്ന് റൈറ്റിലേക്കാണ് നമുക്ക് ആ ഒരു ചർച്ചിലേക്കുള്ള വഴി, കന്തിരിപ്പാറ നേർച്ചപ്പള്ളി. അപ്പോൾ ഈ റൂട്ട് നമുക്കൊന്ന് പോയി നോക്കാം. നല്ല വെയിലാട്ടോ. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ മഴയും കോടയൊക്കെ പ്രതീക്ഷിച്ച് വന്ന ആൾക്കാരാണ്. ഇവിടെ വന്നപ്പോഴേക്കും ഞങ്ങൾക്ക് കിട്ടിയത് മൊത്തവും ഈ നല്ല വെയിലായിട്ടുള്ള ആംബിയൻസ് ആയിപ്പോയി. ഒരുപാട് ഹൈറ്റ് ഇല്ലാത്ത കുറേ റബ്ബർ മരങ്ങളും അതിൻ്റെ നടുക്കൂടെ ചെറിയൊരു വഴിയും. വീണ്ടും വാട്ടർ ക്രോസ്. എനിക്ക് തോന്നുന്നത് ഈ കാണുന്നതാണ് ആ പള്ളി. പക്ഷേ അകത്തേക്ക് കയറാനായിട്ടുള്ള പരിപാടി നടക്കില്ല കേട്ടോ. കാരണം ഇവിടെ ഫെൻസിങ് ഒക്കെ ഇട്ട് വെച്ചിരിക്കുന്ന കാരണം നമുക്ക് അകത്തേക്ക് കയറാനായിട്ട് പറ്റില്ല. നല്ലൊരു പാറയുടെ മുകളിലായിട്ടാണ് പള്ളി ഇരിക്കുന്നത്. എന്തായാലും വഴി നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ എന്തായാലും പള്ളിയുടെ അകത്തേക്ക് കയറാനായിട്ട് പറ്റില്ല, കാരണം ഫ്രണ്ടിൽ ഫെൻസിങ് ഒക്കെ ഇട്ട് വെച്ചിരിക്കുന്ന കാരണം നമ്മൾ കയറുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ എന്തായാലും പള്ളിയുടെ അവിടെ വരെ വന്നു, ആ വഴിയുടെ കാഴ്ചകളൊക്കെ കണ്ടു. ഇനി നമുക്ക് തിരിച്ച് നമ്മൾ വന്ന വഴി തന്നെ പോയിട്ട് അതേ വഴി തന്നെ മുന്നോട്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടല്ലോ, അതെങ്ങോട്ടേക്കാന്ന് നോക്കാം. നമ്മൾ ഈ അറിയാത്ത സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ഇതുപോലെ തന്നെ എന്താ പറയുക, അൺഎക്സ്പ്ലോർഡ് ആയിട്ടുള്ള വഴികളിൽ കൂടിയൊക്കെ പോകുമ്പോൾ കിട്ടുന്നൊരു ഫീൽ അതൊന്ന് വേറെ തന്നെയാണോ. കാരണം നമുക്ക് എന്താണ് ആ വഴിയിൽ കാണാനുള്ളതെന്നുള്ളത് യാതൊരു ഐഡിയ ഇല്ലാണ്ടായിരിക്കും നമ്മൾ പോകുന്നത്. അവിടെ നമുക്ക് കിട്ടുന്ന കാഴ്ചകളെല്ലാം തന്നെ പുതിയതായിരിക്കും. പിന്നെ ഇതുപോലുള്ള വഴികളിലൂടെയൊക്കെ കയറുന്ന ടൈമിൽ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇതൊന്നും ഫോറസ്റ്റ് അല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തുക. പള്ളിയുടെ അങ്ങോട്ട് പോകാനായിട്ട് നമ്മൾ ഈ വഴിയായിരുന്നു നേരത്തെ റൈറ്റ് തിരിഞ്ഞ് കയറി. ഇനി ഇവിടെ നിന്ന് റൈറ്റിലേക്ക് ഒരു വഴി കിടക്കുന്നുണ്ട്. അതെങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയില്ല. ഈ കാണുന്ന വഴി എന്തായാലും നമുക്ക് കുറച്ച് ദൂരം ഒന്ന് പോയി നോക്കാം അതെങ്ങോട്ടാണ് കിടക്കുന്നതെന്നുള്ളത്. ഈ ഒരു വഴി എന്ത് രസമല്ലേ കാണാനായിട്ട്. കുറേ ചെറിയ റബ്ബർ മരങ്ങളും അതിൻ്റെ നടുക്കൂടെ കോൺക്രീറ്റിൻ്റെ ഒരു ചെറിയ വഴിയും. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. നമ്മളിവിടെ നിന്ന് നോക്കുമ്പോൾ നേരെ ഫ്രണ്ടിലായിട്ടൊരു വലിയ മലയെല്ലാം കാണാനായിട്ട് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഇത് മിക്കവാറും ഇവിടെ പണിയെടുക്കുന്ന ആളുകളുടെ ആ ഒരു ലയത്തിലേക്കൊക്കെ പോകുന്ന വഴിയായിരിക്കും. എന്തായാലും നമുക്ക് കുറച്ച് ഫ്രണ്ടിലേക്കൊന്ന് പോയി നോക്കാം. ഈ ഭാഗത്ത് റൈറ്റ് സൈഡിലൊക്കെ നോക്കി ചെറിയൊരു വാട്ടർ സ്ട്രീം ഇവിടെ ലെഫ്റ്റിലും ഉണ്ട്, അതുപോലെ തന്നെ റൈറ്റ് സൈഡിലും ഉണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ ഒരു ഏരിയ. ഓക്കെ, ഈ ഭാഗം വരെ വന്നാൽ മതി. ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് എനിക്ക് തോന്നുന്നു മിക്കവാറും റെസിഡൻഷ്യൽ ഏരിയ ആണെന്ന് തോന്നുന്നു. എന്തായാലും അപ്പോൾ അങ്ങോട്ടേക്ക് നമുക്ക് കയറണ്ട. ആ ഭാഗത്തേക്ക് വീടുകളായതുകൊണ്ട് നമ്മൾ അങ്ങോട്ടേക്ക് കയറുന്നില്ല. കാരണം അവിടെയുള്ള ആളുകളുടെ ആ ഒരു പ്രൈവസിക്കൊന്നും ഒരു പ്രശ്നം വരരുതല്ലോ. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ നമ്മൾ തിരിച്ച് നമ്മൾ നേരത്തെ വന്ന അതേ വഴിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഇനി നമുക്ക് പോകാനുള്ളത് അമ്പനാട്. നമ്മൾ പോകുന്ന വഴിക്ക് ഈ മാമ്പഴത്തറയിലെ തന്നെ ഒരു വ്യൂ പോയിൻ്റൊക്കെ ഉള്ളൊരു ഏരിയ ഉണ്ട്, ചെറിയൊരു ചുരം. അപ്പോൾ ആ ചുരം എല്ലാം കയറി നേരെ അമ്പനാട് എസ്റ്റേറ്റ് പിടിക്കാം നമുക്ക്. നമ്മളങ്ങനെ തിരിച്ച് നമ്മുടെ മെയിൻ റോഡിലേക്ക് എത്തിയിട്ടോ. ഇപ്പോൾ ഇവിടെ ചെറിയ 1-2 കടകളൊക്കെ ഉണ്ട്. നമുക്ക് എന്തെങ്കിലും ചെറിയ സ്നാക്സ് കഴിക്കാൻ പറ്റുമോ നോക്കാം. കാരണം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടിങ്ങ് പോകാം. നമ്മൾ ഈ കാണുന്ന കടയിൽ നിന്ന് ചായ അടിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു മേളിലും ആന നിൽക്കുന്നുണ്ടായിരുന്നു പറഞ്ഞു, കുട്ടികളൊക്കെ ആയിട്ട്. നമുക്ക് എന്തായാലും വണ്ടി എടുത്തുനിന്ന് നേരെ പോയി നോക്കാം. ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ. ഇവിടെ അധികം കടകളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ കാണുന്ന കടയിൽ നിന്ന് നമ്മൾ ചായ പിടിച്ചു. അപ്പോൾ നേരെ മേളിൽ പോയിട്ട് നമുക്ക് നോക്കാം എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത്. നമ്മളിപ്പോൾ കയറാൻ പോകുന്ന ഒരു ചുരത്തിലേക്കാണ്. ആ ചുരത്തിൻ്റെ മുകളിലായിട്ടാണ് ആന നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞത്. ആനയൊക്കെ ഉണ്ടോ? ആന വല്ല നിൽക്കണ്ടോ? കണ്ടില്ല? ഓക്കെ ഓക്കെ, മേളിലുണ്ടെന്ന് പറഞ്ഞു കേട്ടോ, അതേ ചോദിച്ചേ. ആ കണ്ടില്ല. നമ്മൾ ആ സ്കൂട്ടറുകാരോട് ചോദിച്ചാണ് അവിടെ എന്തെങ്കിലും കണ്ടോ എന്നുള്ളത്. അവർ ഒന്നിനെയും കണ്ടില്ല. എന്തായാലും നമുക്കൊന്ന് മേളിൽ പോയി നോക്കാം. ചിലപ്പോൾ അവർ ശ്രദ്ധിക്കാണ്ടായിരിക്കാം. RRT ടീമും മേളിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഇനി ആനേനെ ഓടിച്ച് കാട്ടിലേക്ക് കയറ്റി വിടുമോ എന്നുള്ളത് അറിയില്ല. ഇനി ആന അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ തന്നെ നമ്മളവിടെ നിർത്തുമോ എന്നുള്ളത് ഡൗട്ടാണ്. നമുക്ക് എന്തായാലും ജസ്റ്റ് ഒന്ന് പോയി നോക്കാം അവിടെ ഉണ്ടോ എന്നുള്ളത്. നമ്മൾ ഓപ്പൺ ആയിട്ടുള്ള ആ ഒരു ഏരിയയിലേക്ക് എത്തി കേട്ടോ. ഈ ഒരു ഭാഗത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏതെങ്കിലും മലയുടെ സൈഡിലൊക്കെ ആന നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. എന്തായാലും ഈ ഭാഗത്തൊന്നും ആനയെ കാണാനില്ല. താഴെ പൈനാപ്പിൾ തോട്ടമാണ്. നമുക്ക് മുമ്പോട്ട് പോയിട്ടെ നമ്മുടെ ആ ഒരു വ്യൂ പോയിന്റിൻ്റെ ആ ഒരു ഏരിയയിൽ നോക്കാം. അവിടെ ആയിരിക്കും മിക്കവാറും ആന നിൽക്കുന്നത്. ഈ കാണുന്ന ഭാഗമൊക്കെ ശരിക്കും നല്ല തിക്കായിട്ടുള്ളൊരു ഫോറസ്റ്റ് പോലെ. ഒട്ടും തന്നെ ലൈറ്റ് ഇതിൻ്റെ അകത്തേക്ക് വരുന്നില്ല കേട്ടോ. നല്ല ഭംഗിയുണ്ട് ഇവിടെ കാണാനായിട്ട്. നല്ല കൂളിങ്. അതായത് നമ്മൾ ആ വെയിലത്തൊന്നും ഒന്ന് കയറിയിട്ടുണ്ടല്ലോ, ഭയങ്കര കൂളിങ്. AC-ക്കകത്തിരിക്കുന്ന പോലത്തെ ഒരു തണുപ്പ് ഇവിടെ. ചൂടിൽ നിന്നൊക്കെ രക്ഷപ്പെടാനായിട്ട് ഈ വെയിലുള്ള ടൈമിൽ ആനകളൊക്കെ ഇതുപോലുള്ള സ്ഥലങ്ങളിലായിരിക്കും കൂടുതലും വന്ന് നിൽക്കുന്നത്. അതുപോലെ ഈ ടൈഗർ, ലെപ്പേർഡ് ഇങ്ങനെയുള്ള ആനിമൽസ് എല്ലാം തന്നെ തണുപ്പ് പറ്റിയായിരിക്കും ഇങ്ങനെ നിൽക്കാറ്. ഈ ഭാഗത്ത് എവിടെയെങ്കിലും ആയിരിക്കും മിക്കവാറും ആന ഉണ്ടാവുക. നമുക്കൊന്ന് നോക്കട്ടെ.
എവിടെയും ആന നിൽക്കുന്ന കാണുന്നില്ല. കുട്ടികളൊക്കെ ആയിട്ട് കുറച്ചധികം ആന ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. നമുക്ക് അന്ന് വന്നപ്പോഴേക്കും ആനേനെ കിട്ടിയത് ഈ ചുരമൊക്കെ കയറി നേരെ മുകളിലായിരുന്നു. ഇനി അവിടെയാണോ നിൽക്കുന്നതെന്നുള്ള അറിയില്ല. നമുക്കെന്തായാലും മൊത്തത്തിലൊന്ന് നോക്കാം. ഇവിടെ നിന്നുള്ള ഒരു വ്യൂ കണ്ടോ? ഇവിടെ നിന്ന് അറ്റം വരെ മലനിരകളൊക്കെ നല്ല ഭംഗിയായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. വൈകുന്നേരമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി സൺലൈറ്റ്, നല്ല രസമാണ് ഈ ഒരു ഭാഗത്ത്. ഇതാണ് നമ്മുടെ ഇവിടുത്തെ ആ ഒരു വ്യൂ പോയിന്റ് എന്ന് പറയുന്നത്. കഴിഞ്ഞ തവണ വന്നപ്പോഴേക്കും നമുക്ക് ആനയെ കിട്ടിയത് ഈ ഒരു ഭാഗത്തായിരുന്നു കേട്ടോ. ഇവിടെ നിന്ന് കുറച്ചുകൂടി മുമ്പോട്ട് കയറുമ്പോൾ അന്ന് നമുക്കിത് ഈ കാണുന്ന ഏരിയ ഉണ്ടോ, ഇവിടെ ആയിരുന്നു അന്ന് ആനേനെ കിട്ടിയത്. ഒരു കൂട്ടം ആന ഉണ്ടായിരുന്നു. ഇപ്പം അവർ ആനേനെ കണ്ടു എന്ന് പറഞ്ഞത് ഏകദേശം ഈ ഒരു ഭാഗത്ത് തന്നെയാണ്. പക്ഷെ നമ്മൾ നോക്കിയിട്ട് വേറെ ആനകളെയൊന്നും ഇവിടെ കാണാനില്ല. അങ്ങനെ നമ്മുടെ മാമ്പഴത്തറയിലെ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ പോകുന്നത് നേരെ അമ്പനാട് എസ്റ്റേറ്റിലേക്കാണ്. ഈ വഴി കണ്ടോ, നല്ല രസമല്ലേ? ആ എൻഡിൽ നമുക്ക് ആ ഒരു മലയൊക്കെ കാണാം. നമ്മൾ ഈ കാണുന്ന ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റാണ് നമുക്ക് അമ്പനാട്ടേക്ക് പോകാനുള്ളത്. ഈ ചെറിയൊരു റെസിഡൻഷ്യൽ ഏരിയ കേട്ടോ, അതുകൊണ്ടല്ലേ കുറേ ചെറിയ വീടുകളൊക്കെ നമുക്ക് ഈ അടുത്ത സൈഡിൽ കാണുന്നുണ്ട്. ഇവിടെ നിന്ന് നേരെ പോകുന്നതാണ് നമ്മുടെ അമ്പനാട് എന്ന് പറയുന്ന സ്ഥലം. ഇത് കണ്ടല്ലേ, നമ്മൾ പോകുന്നത് അമ്പനാട്ടേക്ക് പോകുന്ന ഈ വഴിയാണ്. ഇതിൻ്റെ റോഡിൻ്റെ തൊട്ട് സൈഡ് തന്നെ, ഈ ഒരു പാലത്തിൻ്റെ സൈഡിലായിട്ട് പോയി കഴിഞ്ഞാൽ ഒരു കിടിലൻ വെള്ളച്ചാട്ടം കാണാം. ഇത് നോക്കി, വളരെ ചെറിയ വെള്ളച്ചാട്ടമാണ്, പക്ഷെ എന്ത് രസമാണ് അത് കാണാനായിട്ട്. നല്ല ഭംഗിയില്ലേ? ഞാൻ ജസ്റ്റ് നമ്മുടെ ലിവിങ്സ്റ്റൺ ചേട്ടൻ്റെ വണ്ടി ഒന്ന് എടുത്ത് ഓടിച്ചു നോക്കിയതാണ്. ആളുടെ വണ്ടി നമ്മുടെ റോയൽ എൻഫീൽഡിൻ്റെ മെറ്റ്യൂർ 650 അല്ലേ, അതാണ് വണ്ടി. നല്ല രസമാണ് കേട്ടോ, നല്ല പവർഫുൾ വണ്ടി. നല്ല വെയിറ്റും ഉണ്ട്, അതിനനുസരിച്ചുള്ള പവറും ഉണ്ട്. പോകുന്ന വഴിക്ക് ഒരു അമ്പലം കണ്ടോ, നല്ല രസമല്ലേ? അതിൻ്റെ സൈഡിൽ വെള്ളം ഒഴുകി വരുന്നു. ഇവിടെ മിക്ക സ്ഥലങ്ങളിലും ഒരുപാട് സ്ട്രീംസ് ഉണ്ട് കേട്ടോ, വാട്ടർ സ്ട്രീംസ്. നല്ല രസമുണ്ട് കാണാനായിട്ട്. നമ്മൾ മഴക്കാലത്തൊക്കെയാണ് തന്നെ ഉണ്ടല്ലോ വെള്ളച്ചാട്ടവും അതുപോലെ തന്നെ ഇതുപോലുള്ള സ്ട്രീംസ് ഒക്കെ കണ്ട് മതിയാവും. ആ വെയിലെല്ലാം പോയി കഴിഞ്ഞപ്പോഴേക്കും വഴിയുടെ ഒരു ആംബിയൻസ് കണ്ടോ, ചെറിയൊരു കോടയും ചെറിയൊരു മഴയും കൂടി ഉണ്ടായിരുന്നെങ്കിലല്ലോ ഈ വഴിയുള്ള യാത്ര വേറെ ലെവലായനെ. ഇവിടെയൊക്കെ എന്തെങ്കിലും ആനയൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടു. ആനപ്പിണ്ടമൊക്കെ ചതഞ്ഞറിഞ്ഞ റോട്ടിൽ കിടക്കുന്നുണ്ട്. ഇത് തന്നെയാണ് വഴിയെന്ന് വിചാരിക്കണം. അയ്യോ, ഈ ഭാഗത്ത് നിന്ന് നമ്മുടെ തേയിലത്തോട്ടം സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. ഇതുണ്ടല്ലേ, രണ്ട് സൈഡിലും തേയില നമുക്ക് കാണാൻ പറ്റും. അമ്പനാട് എസ്റ്റേറ്റ് വരുമ്പോഴേക്കും നമുക്ക് കൂടുതൽ കാണാൻ പറ്റുന്നത് ഈ രീതിയിലുള്ള തേയിലത്തോട്ടവും അതുപോലെ തന്നെ നമ്മുടെ റബ്ബർ തോട്ടങ്ങളൊക്കെയാണ്. ഇത് കണ്ടത് ചെറിയൊരു വാട്ടർഫോൾ കണ്ടോ, വെള്ളം ഒഴിയുന്നത്. ഞാൻ വെറുതെ പറയല്ല, നിങ്ങൾ മഴക്കാലത്ത് ഈ ഒരു റൂട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. ഈ റൂട്ട് വരുന്നൊരു ഫീൽ അതൊന്ന് വേറെ തന്നെയാണ്. കാരണം ഇതിലെ പോകുമ്പോഴേക്കും നല്ല കോടയും ഒരുപാട് ചെറിയ സ്ട്രീംസും നമ്മളിപ്പോൾ കണ്ട രീതിയിലുള്ള കുറേ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ നമുക്ക് നല്ല ഭംഗിയായിട്ട് കാണാനായിട്ട് പറ്റും. ഇവിടെ മുകളിലേക്ക് കയറി തുടങ്ങിയപ്പോഴേക്കും നമ്മുടെ ആ വെയിലിൻ്റെ ചൂടൊക്കെ കംപ്ലീറ്റ്ലി മാറിയിട്ടോ. അപ്പോൾ നല്ല തണുപ്പുണ്ട്, നല്ല കട്ടറുള്ള വഴിയാണ്. ആ തണുത്ത കാറ്റം കടിച്ചാണല്ലോ ഫ്രണ്ട് സാറേ, പിന്നെ ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റില്ല. നമ്മളപ്പോൾ അമ്പനാട് എസ്റ്റേറ്റിൻ്റെ ആ ഒരു എൻട്രിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ ചെറിയൊരു എൻട്രി പാസ്സൊക്കെ എടുത്തിട്ട് വേണം നമുക്ക് അകത്തേക്ക് പോകാനായിട്ട്. ഈ കാണുന്നതാണ് നമ്മുടെ അമ്പനാട് ആ എസ്റ്റേറ്റിലേക്കുള്ള എൻട്രി കേട്ടോ. ഇവിടുന്ന് 7 മണി തൊട്ട് വൈകിട്ട് 4:30 വരെ ഇവിടുന്ന് കയറ്റി വിടുള്ളൂ. അപ്പോൾ ഒരാൾക്ക് 100 രൂപ വെച്ചിട്ട് ഒരു ചാർജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ നേരെ ഫ്രണ്ടിൽ ഒന്ന് സത്യവാങ്മൂലം എഴുതി കൊടുത്തു, പിന്നെ എൻട്രി ടിക്കറ്റൊക്കെ എടുത്തു. അങ്ങനെ അകത്തേക്ക് കയറാനായിട്ട് നിൽക്കുക. അപ്പോൾ ചെറിയൊരു പണി കിട്ടിയെന്ന് വെച്ചാൽ നമുക്കിനിപ്പോൾ ഒരു 40 കിലോമീറ്റർ കൂടി ഓടാനുള്ള പെട്രോളേ ഉള്ളൂ വണ്ടിയിൽ. അപ്പോൾ ഈ സാധനം ഉള്ള കാരണം നമുക്ക് ആ ഒരു ധൈര്യമുണ്ട്. കാരണം 3 ലിറ്റർ ആയിട്ട് 6 ലിറ്റർ വേറെ നമ്മൾ റിസർവ് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ 5 ലിറ്റർ വരെ ഇതിൻ്റെ അകത്ത് നമുക്ക് എടുക്കാം. അപ്പോൾ ലോങ് ട്രിപ്പ് അല്ലെങ്കിൽ ഇതേപോലെയുള്ള ഇൻറ്റീരിയർ ആയിട്ടുള്ള വഴിയൊക്കെ പോകുമ്പോഴേക്കും പരമാവധി ഞാനിത് ഫില്ല് ചെയ്തിട്ടാണ് കൊണ്ടുപോകാം. കാരണം എന്ന് വെച്ചാൽ ഒന്നുകിൽ നമ്മുടെ വണ്ടിയിൽ, അല്ലെങ്കിൽ ഒപ്പം വരുന്നവരുടെ വണ്ടി, അതും അല്ലെങ്കിൽ ഏതെങ്കിലും നാട്ടുകാരുടെ വണ്ടി, ഏതെങ്കിലും വണ്ടി ഇതേപോലെ തന്നെ പെട്രോൾ തീർന്ന് ചിലപ്പോൾ വഴി കിടക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിത് എടുത്തിട്ട് നേരെ വണ്ടിയിട്ട് ഒഴിക്കാം. എന്നിട്ട് നമുക്ക് യാത്ര കണ്ടിന്യൂ ചെയ്യാം. സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നേരെ നമ്മൾ ടാങ്കിലേക്ക് ഒഴിച്ചാൽ മതി. അപ്പോൾ 3 ലിറ്റർ ഒഴിച്ചിട്ടുണ്ട്. ഒരു ടാങ്ക് കൂടി ഉണ്ട്, നമുക്ക് അതുകൂടി ഒഴിക്കാം. അപ്പോൾ 6 ലിറ്റർ പെട്രോൾ ആകുമ്പോഴത്തേക്ക് നമുക്ക് ധൈര്യമായിട്ട് ഓടി കിടക്കാൻ പെട്രോൾ കാണാം.
അപ്പോൾ നമ്മളിതേ ഇവിടെ നിന്ന് അകത്തേക്ക് കയറിയിട്ട് റൈറ്റിലേക്കാണ് നമുക്ക് പോകാനുള്ളത്. ഈ വഴിയാണ് നമ്മുടെ അമ്പനാട് എസ്റ്റേറ്റിലെ കാഴ്ചകളൊക്കെ കാണേണ്ടത്. അപ്പോൾ വീണ്ടും നമ്മൾ ബൈക്കൊന്ന് മാറി അജിത്തിൻ്റെ വണ്ടി എടുത്തിട്ട് അവൻ്റെ ഫസ്റ്റ് ട്രിപ്പായിരുന്നു. അപ്പോൾ ഹിമാലയൻ 450 അതൊന്ന് ഓടിച്ചു നോക്കാമെന്ന് പറഞ്ഞിട്ട് അവൻ്റെ ആ വണ്ടി എടുത്തതാണ്. ഇവിടെ നിന്ന് പോകുമ്പോഴേക്കും നമുക്ക് കുറച്ച് വ്യൂ പോയിന്റ്സും സംഭവങ്ങളൊക്കെ കാണാനുണ്ട്. അതൊക്കെ കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ ഈ കാണുന്ന വഴിയിൽ നിന്ന് നമുക്ക് നേരെയാണ് പോകേണ്ടത്. ഓക്കെ, നമുക്കിതാ ഈ വഴിയാണ് പോകേണ്ടത്. 6 PM to 6 AM നോ എൻട്രി. ഇവിടെ ഒരു ചെറിയ വ്യൂ പോയിന്റ് ഉണ്ട് കേട്ടോ. അത് നോക്കി, നല്ല ഭംഗിയുണ്ടാവും അവിടെ നിന്നുള്ള വ്യൂ. അതൊരു വ്യൂ പോയിൻ്റാണ്. ഇനി നേരെ നമുക്ക് മുകളിലേക്ക് പോവാം. ഇവിടെ നിന്ന് റോഡ് ഇത്തിരി മോശം കണ്ടീഷനാണ്. ഹിമാലയൻ കൊള്ളാട്ടോ. എന്താ പറയുക, ഇത് ഇത്രയും കട്ടറുള്ള വഴിയാണ്. നമ്മൾ ഏകദേശം ഒരു 20-30 കിലോമീറ്റർ സ്പീഡിലാണ് പോകുന്നത്. ആ ഒരു ചാട്ടോ കാര്യങ്ങളോ ഒന്നും വലിയ കാര്യമായിട്ട് അറിയുന്നില്ല. ഇതാ റിവർ ക്രോസ്, വീണ്ടും വാട്ടർ ക്രോസ് വന്നുണ്ട്. നല്ല മോശം കണ്ടീഷൻ ആട്ടോ റോഡൊക്കെ. ഇതാണ് ഇവിടുത്തെ ഒരു വ്യൂ പോയിന്റ്. ഇവിടെ ചെറിയൊരു ഷോപ്പൊക്കെ ഉണ്ട്. നമുക്ക് ചെറിയ ചായ കുടിക്കണമെങ്കിൽ ഇവിടെ നിന്ന് കുടിക്കാം. അല്ലെങ്കിൽ ഈ പാറയുടെ മുകളിൽ കയറി ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ ഇവിടെ നിന്ന് ഏതോ ഒരു ഗേറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. ആ ഗേറ്റിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് പോകാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. ഇവിടെ നിന്ന് ചെറിയ രീതിയിൽ ഓഫ് റോഡായിട്ടുള്ള വഴിയാട്ടോ. ഫുള്ള് കട്ടറാണ്. എവിടം വരെ പോകാൻ പറ്റുക എന്നുള്ളത് അറിയില്ല. നല്ല ഓഫ് റോഡായിട്ടുള്ള വഴി കേട്ടോ. ഇത് നോക്കി, ഒരു ഗേറ്റ് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ ഗേറ്റൊന്നും ഇവിടെ കാണുന്നില്ല. എവിടെയാണെന്ന് നോക്കാം. ആ ഗേറ്റ് വരെ പോയിട്ട് നമുക്ക് തിരിച്ചു വരാൻ പറ്റുമെന്ന് പറഞ്ഞത്. ഞങ്ങൾ കഴിഞ്ഞ തവണ വന്നപ്പോഴേക്കും ഇതേ ഈ മല കണ്ടോ. നമ്മൾ ഈ കാണുന്ന മലയില്ലേ, ഇതിൻ്റെ മുകളിലായിട്ടാണ് നമുക്ക് 2-3 ആനയെ അന്ന് കിട്ടിയത്. വഴിയുടെ ആ ഒരു കണ്ടീഷൻ കണ്ടില്ലേ, അടിപൊളി. നല്ല തിക്ക് ഫോറസ്റ്റിൻ്റെ ഒരു ആംബിയൻസ്. ശരിക്കും നമ്മൾ കാറിനാണ് വരുന്നതെങ്കിൽ ഈ വഴിക്ക് വരാനായിട്ട് പറ്റില്ല. കാറ് അല്ലെങ്കിൽ അത്രയും ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വണ്ടി ആയിരിക്കണം. കാരണം നല്ല ഗട്ടറായിട്ടുള്ള വഴിയാണ്. നിങ്ങൾ കാറിനോ അല്ലെങ്കിൽ ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവുള്ള ഏതെങ്കിലും വണ്ടിക്കൊക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഈ വഴി നിങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യുന്നതിനായിരിക്കും നല്ലത്. കാരണം നല്ല രീതിയിൽ ഗട്ടറുണ്ട്, നല്ല കയറ്റമാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ അത്ര ഈസി ആയിട്ട് വണ്ടി എടുത്തുകൊണ്ട് വരാനായിട്ട് പറ്റില്ല. ഇത് കണ്ടല്ലേ, താഴേക്ക് പോകുന്തോറും വഴിയുടെ ആ ഒരു കണ്ടീഷൻ മാറിക്കൊണ്ടിരിക്കുന്നുണ്ടോ. ഈ ഭാഗത്തൊക്കെ മണ്ണിടിഞ്ഞുണ്ടോ. മഴക്കാലത്തൊക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ മണ്ണിടിഞ്ഞ് വീഴാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം നല്ല ലൂസായിട്ടുള്ള മണ്ണാണ് ഈ ഏരിയയിൽ. ഞങ്ങൾക്ക് പെർമിഷൻ ഉള്ളത് മറ്റേ ഗേറ്റ് വരെ എന്ന് പറഞ്ഞായിരുന്നു. ഗേറ്റ് ഫ്രണ്ടിലാണോ? ആ, അവിടം വരെ പോകാൻ തോന്നല്ലേ.
ഓക്കെ, നമുക്ക് കുറച്ചുകൂടി ഫ്രണ്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് ഒരു ഗേറ്റ് ഉണ്ട്. ആ ഗേറ്റ് വരെ പോവാം, തിരിച്ചു പോരാം. ഈ ഒരു ഏരിയയൊക്കെ നോക്കി, ഇവിടെയൊക്കെ ചെറിയ വീടുകളൊക്കെ നമുക്ക് കാണാം. ഈ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ അതെ ചെറിയൊരു ടെമ്പിളും അതുപോലെ റൈറ്റ് സൈഡിൽ വേറെന്തോ ഒരു സാധനം കൂടി കാണുന്നുണ്ട്. അതെന്താണെന്നുള്ള അറിയില്ല. ഇതുണ്ടോ, ചെറിയൊരു വാട്ടർ ബോഡി കാണാം, പിന്നെ ചെറിയ വീടുകളൊക്കെ കാണാം. ഇവിടെ ആൾക്കാർ താമസിക്കുന്നതാണെന്ന് തോന്നുന്നു. ഈ വഴി കുറച്ചുകൂടി മുന്നോട്ട് ചെല്ലുമ്പോഴേക്കും നമുക്കൊരു ചെക്ക് പോസ്റ്റ് കാണാനായിട്ട് പറ്റും. അവിടെ വരെ മാത്രമാണ് നമുക്ക് പോകാനായിട്ടുള്ള പെർമിഷൻ ഉള്ളൂ. വഴി തീരെ മോശം കേട്ടോ. ഈ റൂട്ടിലേക്ക് ബൈക്ക് കൊണ്ടുവരാനായിട്ടോ അല്ലെങ്കിൽ കാറും കൊണ്ടുവരാനായിട്ടോ സജസ്റ്റ് ചെയ്യേയില്ല. കാരണം തീരെ മോശമാണ് വഴി. നമ്മൾ ബൈക്കൊക്കെ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഓയിൽ സീലൊക്കെ പൊട്ടാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. കാരണം നല്ല രീതിയിൽ ഗട്ടറുള്ള വഴിയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ചെക്ക് പോസ്റ്റ്. ഇവിടെ വരെ മാത്രമാണ് നമുക്ക് പെർമിഷൻ ഉള്ളൂ. താഴത്തേക്ക് കിടക്കുന്ന വഴിയുണ്ടല്ലേ, ആ വഴിയാണ് നമ്മൾ അച്ചൻകോവിലേക്ക് പോകുന്ന വഴി. പക്ഷേ അങ്ങോട്ടേക്ക് പെർമിഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ആ റൂട്ട് പോകുന്നില്ല. നമ്മൾ ഈ ചെക്ക് പോസ്റ്റ് വരെ വന്നിട്ട് തിരിച്ചു പോവാണ്. നല്ല ഗട്ടറുള്ള വഴി കേട്ടോ. നമ്മൾ എണീറ്റ് നിൽക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിട്ട് കയറി പോരാൻ പറ്റുന്നുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത്തിരി പാടാണ്. അങ്ങനെ ചെക്ക് പോസ്റ്റ് വരെ പോയിട്ട് നമ്മൾ നേരെ തിരിച്ച് നമ്മുടെ ആ വ്യൂ പോയിന്റിലേക്ക് തന്നെ എത്തി. ഈ കാണുന്നതാണ് നമ്മുടെ ആ ഒരു വ്യൂ പോയിന്റ്. നമുക്കൊന്ന് ഇതിൻ്റെ മേളിൽ കയറിയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് നോക്കാം. ഈ കാണുന്ന ഗോൾഡൻ ലൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആക്കി നമ്മൾ ഈ കാണുന്ന വിഷ്വൽ എടുത്ത ടൈമിൽ പെട്ടെന്ന് മൈൻഡിലേക്ക് വന്നാണ് നമ്മുടെ ബാഹുബലിയെ കട്ടപ്പ കൊല്ലുന്ന സീൻ. പിന്നെ ഒന്നും നോക്കിയില്ല, ഞങ്ങളും എടുത്തു ഒരു ചെറിയ ഷോട്ട്. അങ്ങനെ അമ്പനാട് എസ്റ്റേറ്റിലെ വ്യൂവും കാര്യങ്ങളൊക്കെ കണ്ട് നമ്മളിപ്പോൾ തിരിച്ചിറങ്ങുക. ഇനി വേറെ ഏതോ ഒരു വ്യൂ പോയിന്റ് കൂടി ഉണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. ആ വ്യൂ പോയിന്റിലേക്ക് ഇനിയിപ്പോൾ പോകാനുള്ള ടൈം ഉണ്ടോയെന്ന് അറിയില്ല. എന്തായാലും നമുക്ക് വേറൊരു വഴിയാണ് പോകാനുള്ളത്. നമുക്കിപ്പോൾ ഒന്ന് പോയി നോക്കാം. നമ്മളിപ്പോൾ തിരിച്ചിറങ്ങുന്ന വഴിക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് വേറൊരു വഴി കിടക്കുന്നുണ്ട്. ജിഗിർദന്ത വ്യൂ പോയിന്റ് എന്നാണ് പറഞ്ഞത്. സാധാരണ ജിഗിർദന്ത ദൂരം എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ ജിഗിർദന്ത വ്യൂ പോയിന്റ് എന്താണെന്നുള്ളത് എനിക്കറിയില്ല. ഇനി അതിൻ്റെ മേളിൽ പോയി തലയിറങ്ങുമെന്നാണോ എന്നറിയില്ല കേട്ടോ. എന്തായാലും പോകുന്ന വഴിക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് എന്നാ പറഞ്ഞത്. മേളിലേക്കൊരു വഴി പോകുന്നുണ്ട്, അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെന്തോ ഒരു കാറ്റാടിയൊക്കെ ഉണ്ടെന്നാ പറഞ്ഞത്. അപ്പോൾ ആ വഴി കയറുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ ഹൈവേയിൽ പോയിട്ട് കയറാൻ പറ്റും. അപ്പോൾ വ്യൂ പോയിന്റും അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നേരെ ഹൈവേയിലേക്ക് പോകും. അപ്പോൾ ഇതാണ് നമ്മുടെ ജിഗിർദന്ത വ്യൂ പോയിന്റിലേക്കുള്ള വഴി. ഇതിലെ നേരെ മേളിലേക്ക് കയറാനാണ് പറഞ്ഞത്. നമുക്കൊന്ന് പോയി നോക്കാം. ഇവിടെ കുറേ വ്യൂ പോയിന്റ്സും അതുപോലെ തന്നെ പോകുന്ന വഴിക്കൊക്കെ കാണാൻ നല്ല ഭംഗിയാണെന്നാണ് പറഞ്ഞത്. ഈ ഭാഗത്ത് ആന ഉണ്ടാവാനായിട്ടുള്ള സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ സൂക്ഷിച്ചു പോയില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആനയൊക്കെ വഴിയിലേക്കുണ്ടേ അറിയില്ല. നമുക്ക് നോക്കാം. താഴെ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് ആന നിൽക്കുന്നുണ്ടാവും. പിന്നെ ചില സ്ഥലത്തൊക്കെ വല്ലപ്പോഴും ആന വരുന്നതിന് പോലും ഇതേപോലെ തന്നെ ആനയുണ്ടെന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ടാവും, വെറുതെ മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട്. ഇവിടെ നിന്നുള്ളൊരു വ്യൂ നോക്കിയേ, അടിപൊളിയല്ലേ. അപ്പുറത്തെ മലയിൽ വല്ലതും ആന നിൽക്കുന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് സ്പോട്ട് ചെയ്യാനായിട്ട് പറ്റും. എടാ ജിഗിർദന്ത അല്ല ജഗരാന്തേ. അതെ, ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. അവര് ജിഗിർദന്ത വ്യൂ പോയിന്റ് എന്നൊക്കെ പറഞ്ഞില്ലേ, ഇതാണ് സാധനം ജഗരാന്ത. അതായത് നമ്മുടെ ജഗരാന്ത പൂവില്ലേ, അതിന്റെ മരങ്ങളാണ് ഈ കാണുന്നതൊക്കെ. അതുകൊണ്ടിട്ടാണ് ജഗരാന്ത വ്യൂ പോയിന്റ് എന്ന് ഇതിന് പറയുന്നത്. പക്ഷേ ഇവിടെയുള്ള ആൾക്കാർ നമ്മൾ പറഞ്ഞ് തെറ്റിച്ചു. അവർ പറഞ്ഞു ജിഗിർദന്ത വ്യൂ പോയിന്റ് എന്ന്. ഞാൻ ഓർത്തു ജിഗിർദന്ത, അതെന്താ അങ്ങനെ ഒരു വ്യൂ പോയിന്റ് വന്നേന്ന്. ഇവിടെ നിൽക്കുന്ന ഈ മരങ്ങൾ കണ്ടില്ലേ, ഇതെല്ലാം ജഗരാന്ത പൂ കേട്ടോ. ഇപ്പോൾ അതിൻ്റെ ഒരു സീസൺ അല്ലാത്തതുകൊണ്ട് നമുക്ക് പൂ കാണാനായിട്ട് പറ്റില്ല. പക്ഷേ ആ ടൈമിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഫുള്ളായിട്ട് ആ ഒരു പർപ്പിൾ കളറിൽ പൂ ഇങ്ങനെ നിൽക്കുന്ന കാണാൻ പറ്റും. ഇവിടുന്ന് റൈറ്റിലേക്കുള്ള വ്യൂ ഉണ്ടോ, അടിപൊളി വ്യൂ കേട്ടോ. കിടിലൻ, ഒന്നും പറയാനില്ല. നല്ല ചരിവാണ് നമ്മൾ ഈ പോകുന്ന വഴിയുടെ റൈറ്റ് സൈഡിലായിട്ട്. എങ്ങാനും താഴത്തേക്ക് ചരിഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി താഴെ പോയെത്തും.
അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ബോക്സിൽ അത് അറിയിക്കാനും അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഹൈപ്പ് ചെയ്യാനും മറക്കണ്ട. അത് വീഡിയോ കുറച്ചുകൂടി റീച്ച് ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ. ദിസ് ഇസ് സാം.